നമ്മുടെ പൂർവികർ ചെയ്യുന്ന കർമ്മ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അത് ഗുണമായാലും ദോഷമായാലും. ഗുണഫലങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ പൂർവികരുടെ സമ്പത്ത്, അതേപോലെ തന്നെ അവർ ചെയ്തു വച്ചിട്ടുള്ള ദോഷഫലങ്ങളും നമ്മൾ പിന്തുടരുന്നതാണ്. അത് നേരിട്ടല്ലായിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ മുൻ തലമുറയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് ലൈഫ് കോച്ച്. കൊല്ലവർഷം 1200 ആണ്ട് കുംഭരാശിക്കാർക്ക് എങ്ങനെയെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള കാലയളവിലെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഓരോ നക്ഷത്ര ജാതകർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പ്രതിദാനം ചെയ്യുന്നത്. അത് ചന്ദ്രവശാലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരേ നക്ഷത്രക്കാർക്ക് പോലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളായിരിക്കും ചിലപ്പോൾ അനുഭവപ്പെടുക. അവരവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി പ്രകാരവും അവരുടെ രാശിനാഥന്റെ കാരകത്വം മൂലവും അത് പല നാനാവിധത്തിലുള്ള ഫലങ്ങളായിരിക്കും പ്രതിദാനം ചെയ്യുന്നത്. കുംഭരാശി. അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭരാശി. കുംഭരാശി എന്ന് പറയുമ്പോൾ രാശിനാമം സൂചിപ്പിക്കുന്നത് പോലെ കുംഭം തോളിലേന്തിയ ഒരു പുരുഷന്റെ രൂപമാണ് കുംഭരാശിക്ക്. കുംഭരാശിക്കാർ പൊതുവെ ഉത്സാഹമുള്ളവരാണ്. അവർ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ പല കാര്യങ്ങളെ മറയ്ക്കുന്നവരുമാണ്. ഒരുതരം കപടമുഖം എന്ന് വേണമെങ്കിൽ പറയാം. തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുത്, എന്താണ് തൻ്റെ അടുത്തുള്ളത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കുംഭരാശിക്കാർ. പക്ഷേ അവർ ജോലി ചെയ്യാൻ വളരെയധികം ആത്മാർത്ഥതയുള്ളവരാണ്. നല്ല രീതിയിൽ എല്ലാവരുമായി സഹകരിക്കുകയും പെട്ടെന്ന് തന്നെ ഒരാൾക്കാരുമായി അടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ളവരാണ് കുംഭരാശിക്കാർ. കൊല്ലവർഷം 1200 ആണ്ട് കുംഭരാശിക്കാർക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിട്ടാണ് പറയുന്നത്. അവർക്ക് നാനാവിധത്തിലുള്ള ഉയർച്ചകൾ ലഭിക്കുകയും അതേപോലെ തന്നെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. ഉദാഹരണമായി പറയാൻ പ്രോപ്പർട്ടി വാങ്ങിക്കാനും അത് വിൽക്കാനും സാധിക്കുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി മൂലം വാങ്ങിച്ച പ്രോപ്പർട്ടി ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരാനൊരു സാധ്യത അവർക്കുണ്ട്. അതേപോലെ തന്നെ വാഹന നഷ്ടം, വാഹനം വിൽക്കേണ്ടി വരുന്ന ഒരു കാലം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് അത് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. തുടക്കത്തിൽ കുറച്ച് മോശമായിട്ട് പറയുമെങ്കിലും വർഷപകുതിയോട് കൂടിയിട്ട് എല്ലാത്തിലും ഒരു ശരാശരി മാറ്റം ഉണ്ടാവുന്നതാണ്. ആരോഗ്യരംഗത്ത് ഉത്തമമാണ്. അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് അവർക്ക് രോഗശാന്തി നേടുകയും അതേപോലെ അതുകൊണ്ടൊരു മനസ്സുഖം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ കുടുംബജീവിതം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലമായിട്ടാണ് കുംഭരാശിക്കാർക്ക് ഈ വർഷം പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ദാമ്പത്യ കലഹം, ഭാര്യയുമായി വഴക്കുണ്ടാക്കുക, അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് സ്വരച്ചേർച്ചയില്ലാതെ വരിക, അതുമൂലം ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരാം. മുതിർന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഈ വർഷം വരാം. അതേപോലെ തന്നെ അത് മറ്റൊരു തരത്തിലും പറയുന്നുണ്ട്. മക്കൾ ജോലി തേടി വിദേശത്ത് പോകുമ്പോൾ പേരൻസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യവുമാകാം. പക്ഷെ പൊതുവെ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും അതേപോലെ തന്നെ വാക്കുകൾ കൊടുക്കാനും. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങളാണ് കുംഭരാശിയിൽ വരുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭൂമി വാങ്ങിക്കാൻ ഒരു യോഗമുണ്ട്. അവർ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഭൂമി സ്വന്തമാക്കാൻ സാധിക്കുകയും അതിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു ഗൃഹനിർമ്മാണം തുടങ്ങാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്.
സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിലും അതിനെ മറികടന്ന് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതം മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് കാലം ഉത്തമമാണ്. പുതിയ പുതിയ വിദ്യ അഭ്യസിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രോഗമുക്തി ഉണ്ടാകുന്നതാണ്. പല അസുഖങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അപകടങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ അത് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വിദേശത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഒന്ന് ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നുവിടാനൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പൊതുവെ ഈ വർഷം അവർക്ക് ഉയർച്ചകളുണ്ട്. പക്ഷെ ചെറിയ രീതിയിലുള്ള താഴ്ചകളും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതാണ്. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്കും കൊല്ലവർഷം 1200 ആണ്ട് ഗുണദോഷപരമാണ്. ഗുണങ്ങളെക്കാളും കൂടുതലും ദോഷങ്ങളാണ് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ധനനഷ്ടം മൂലം മനസ്സ് ശരിയാകാതെ വരിക, അതേപോലെ തന്നെ ഉറ്റവർ ചതിക്കുക, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വഞ്ചന ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. അത് കുടുംബത്തിനകത്തുമാകാം, പുറത്തുനിന്നുമാവാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ട്. അതിലൂടെ അവർക്കൊരു സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. കച്ചവടം ചെയ്യുന്ന ചതയം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുകൾ നിന്നും ചതി നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. അതേപോലെ തന്നെ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. ലീഗൽ ഇഷ്യൂസ് പറയുന്നുണ്ട്, അത് സൂക്ഷിക്കേണ്ടതാണ്. പൊതുവെ ഒരു ശരാശരി ഫലമുണ്ട്. വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും കുറച്ച് ദുഃഖകരമാണ്. അവർ ആഗ്രഹിച്ച രീതിയിൽ ചിലപ്പോൾ പഠിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അതിലൂടെ അവർക്ക് ചിലപ്പോൾ പരാജയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷെ ഇതിലൊന്നും ഒരു സങ്കടപ്പെടാതെ വീണ്ടും അത് നല്ല ഉറച്ച വിശ്വാസത്തോടെ അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. പൊതുവെ ഈ വർഷം കുറച്ച് ശ്രദ്ധയോടെ വേണം ചതയം നക്ഷത്രക്കാർ കൈകാര്യം ചെയ്യാനായിട്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ ആവശ്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളാണ് കുംഭരാശിയിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്കും ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. പക്ഷെ ഇവർക്ക് ഒരു ഭാഗ്യം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അത് ഗൃഹനിർമ്മാണം നടത്താനുള്ള ഭാഗ്യം, അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം, വിദേശത്ത് ജോലി കിട്ടാനൊരു ഭാഗ്യം. അപ്പം അങ്ങനെ നാനാവിധത്തിലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിട്ടാണ് പറയുന്നത്. പക്ഷെ അവരുടെ അശ്രദ്ധ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടാനൊരു സാധ്യതയുണ്ടാവും. അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല, പരസഹായം എന്നാണ് പറയേണ്ടത്. ചുറ്റുമുള്ള ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിലൂടെ താൻ അപകടത്തിലാവുക എന്നാണ് പറയേണ്ടത്. അത് തങ്ങളുടെ കയ്യിലുള്ള എടുത്തു കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കും. അത് അവർ തിരിച്ചു കൊടുത്തില്ല എന്ന് വരാം. അങ്ങനെ അവർ പെടാൻ ഒരു സാധ്യത ഈ വർഷമുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ടു വരും. രോഗപീഠകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ശാന്തി ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിനകത്തും സ്ഥിതിഗതികൾ വളരെ നന്നായി വരും. ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കലഹങ്ങൾക്കെല്ലാം ഒരു ശമനമുണ്ടാവുക, അതേപോലെ തന്നെ കുടുംബത്തിനകത്തെ പൂർവിക സ്വത്ത് ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതിൽ ബന്ധുമിത്രാദികളായ തർക്കങ്ങളെല്ലാം മാറി നമുക്കൊരു അനുകൂലമായ ഒരു വിധി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിയമത്തിന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നിരാശ അലട്ടുന്നതായിരിക്കും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തങ്ങളുടെ സ്ഥിതികൾ നേരെയാകുന്നില്ലല്ലോ,
അല്ലെങ്കിൽ തങ്ങൾക്ക് മേൽഗതി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലുകൾ ചിലപ്പോൾ വരാം. പക്ഷെ അതിൽ കൂടുതൽ ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മോശപ്പെട്ട ഒരു സമയമല്ല, അവർക്കും പല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കാനും അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ലഭിക്കാനും ഒരു സാധ്യത ഈ വർഷം അവർക്കുണ്ട്. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ചതി പറ്റാനൊരു സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കേണ്ടതാണ്. തങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ വരികയും അതിനെ പഠിക്കുകയും അതനുസരിച്ച് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കേണ്ടതുമാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായും മനസ്സിന് ശാന്തിയും സമാധാനവും ധൈര്യവും ലഭിക്കുന്നതിനായും ശാസ്താ ഭജനം നടത്തുന്നതും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ശനീശ്വര പൂജകൾ നടത്തുന്നതും അതിൽ പങ്കെടുക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കുംഭരാശിക്കാർക്ക്. RKG നെയ്യ്